تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ സംസാരം ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണേ. അതിനായി പരിശ്രമങ്ങൾ ഒട്ടും വീഴ്ച വരുത്താതെ തുടരാൻ ശ്രദ്ധിക്കണേ എന്നാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മദീനയിൽ ഇരുന്നു കൊണ്ടാണ് ഈ സംസാരം ഞാൻ നിർവഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിന് സാക്ഷിയായ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ശ്രേഷ്ഠമായ മദീന, ഇവിടെ വന്ന് ഒരല്പനേരമെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോട് ബൈലക്സിലൂടെ ഒന്ന് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനൊരു സംസാരത്തിന് മുതിർന്നിട്ടുള്ളത്. തർബിയത്ത് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് ആ ടൈറ്റിൽ തന്നെ അറിയിക്കുന്നുണ്ട്. ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ഒക്കെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ സലഫി ജീവിത രീതി സ്വീകരിക്കണം എന്നാഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് അവരെ സലഫി മൻഹജ് അനുസരിച്ച് തർബിയ ചെയ്തെടുക്കാൻ എന്തൊക്കെ നാം ചെയ്യേണ്ടതുണ്ട് എന്ന് നാം വളരെ കാലമായി ചർച്ച ചെയ്യുകയും കഴിയുന്നത്ര നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തർബിയത്ത് എന്ന് പറഞ്ഞാൽ ശിക്ഷണം എന്നാണ് അർത്ഥം, പരിശീലനം എന്നും അർത്ഥമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് എങ്ങനെ ശിക്ഷണം നൽകിയോ ആ ശിക്ഷണ രീതി സ്വീകരിച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള സലഫികൾ മുസ്ലിം ഉമ്മത്തിന് ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓതിവെച്ച സൂറത്ത് അൽ ജുമുഅയിലെ ആയത്ത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും, ഉമ്മിയീങ്ങളായ നിരക്ഷരരായ ജനങ്ങൾക്കിടയിൽ തൻ്റെ ദൂതനെ നിയോഗിച്ചത് അള്ളാഹുവാണ്. അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ, യത്ലു അലൈഹിം ആയാത്തിഹി, അദ്ദേഹം അവർക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്നു, വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും ഹിക്മത്ത് അഥവാ സുന്നത്തും അവരെ പഠിപ്പിക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇവിടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ശിക്ഷണം നൽകിയ രീതി എപ്രകാരമായിരുന്നു എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, യത്ലു അലൈഹിം ആയാത്തി, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുക. പിന്നെ വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും അവരെ പഠിപ്പിക്കുക. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ കിതാബിൻ്റെ വ്യാഖ്യാനമായ സുന്നത്തുർ റസൂൽ, നബിചര്യയാണ് ഉദ്ദേശം. അപ്പൊ കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊണ്ടുപോയി യുസക്കീഹിം, അവരെ സംസ്കരിക്കുക. യുസക്കീഹിം എന്ന വാക്ക് വേറെയും ആയത്തുകളിൽ വന്നിട്ടുണ്ട്. സക്ക യുസക്കി, സംസ്കരിക്കുക, ശുദ്ധീകരിക്കുക. ആളുകളിൽ വന്നുപോയിട്ടുള്ള തെറ്റായ വിശ്വാസങ്ങൾ, തെറ്റായ നടപടിക്രമങ്ങൾ, തെറ്റായ സ്വഭാവങ്ങൾ, ഇതിൽ നിന്നെല്ലാം അവരെ ശുദ്ധീകരിക്കുക, സംസ്കരിക്കുക. അതിന് കിതാബും സുന്നത്തും അടിസ്ഥാനമാക്കിയുള്ള ദഅവത്ത്, അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ തർബിയ ചെയ്യാൻ ഉപയോഗിച്ച രീതി. ഇന്നും ജനങ്ങൾ യഥാർത്ഥ ഇസ്ലാമിക തർബിയത്തിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് യഥാർത്ഥ ഇസ്ലാമിക ശിക്ഷണം നൽകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ കിതാബും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള
സമ്പൂർണമായൊരു സംസ്കരണത്തിന് ഒരുങ്ങുകയാണ് വേണ്ടത്. അഥവാ മനസ്സിൽ നിന്ന് തുടങ്ങുന്ന സംസ്കരണം. കേവലമായ ചില സ്വഭാവങ്ങളോ ചിട്ടകളോ മര്യാദകളോ പഠിപ്പിക്കുകയല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തെ തന്നെ ഒന്നാകെ സ്വാധീനിക്കുന്ന വിശ്വാസത്തിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ആചാരത്തിലും ഇബാദത്തിലും അങ്ങനെ ജീവിതമാസകലം പരിവർത്തിപ്പിക്കുന്ന സംസ്കരിക്കുന്ന ഒരു ശിക്ഷണ രീതി, അതാണ് യഥാർത്ഥത്തിൽ നാം സ്വീകരിക്കേണ്ടത്. തറക്തു ഫീക്കും ശൈഅൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. രണ്ടു കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ പിഴക്കുകയേയില്ല, ഒരിക്കലും വഴിതെറ്റുകയില്ല. ഒന്ന് കിതാബല്ലാ, അള്ളാഹുവിന്റെ കിതാബ്, വസുന്നത്തി, എന്റെ ചര്യയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മാലിക് തന്റെ മുവത്തയിലും ഹാക്കിം തന്റെ മുസ്തദ്രക്കിലും ഒക്കെ ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അപ്പൊ കിതാബും സുന്നത്തും മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് പഠിക്കുക, അതിലുള്ള ആശയാദർശങ്ങൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം മുറുകെ പിടിക്കുക. ഇതാണ് സലഫി തർബിയത്തിന്റെ അടിസ്ഥാനം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ പഠിക്കുക, അത് പഠിപ്പിക്കുക. അതുപോലെ പ്രവാചകന്റെ ഹദീസ്, നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫവആഹ തുമ്മ അദ്ദാഹ ഇലാ മൻ ലം യസ്മഅഹ. അല്ലാഹു ഒരാളുടെ മുഖത്തിന് പ്രസന്നത നൽകട്ടെ, സൗന്ദര്യം നൽകട്ടെ. സമിഅ മഖാലതി, അയാൾ എൻ്റെ വാക്ക് കേട്ടിരിക്കുന്നു. ഫവആഹ, എന്നിട്ട് അയാൾ അതിനെ ഉൾക്കൊണ്ടു, അയാൾ മനഃപ്പാഠമാക്കി. തുമ്മ അദ്ദാഹ ഇലാ മൻ ലം യസ്മഅഹ, എന്നിട്ടത് കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ഒരാളെ അള്ളാഹു മുഖപ്രസന്നനാക്കട്ടെ. മറ്റൊരു റിവായത്തിൽ നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മിന്നാ ഹദീസൻ, അള്ളാഹു ഒരു വ്യക്തിയെ അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ അവനെ പ്രസന്നമാക്കട്ടെ, അയാൾ എന്നിൽ നിന്നൊരു ഹദീസ് കേട്ടു. ഫഹഫിളഹു, അയാൾ അത് മനഃപ്പാഠമാക്കി. ഹത്താ യുബല്ലിഗഹു ഗൈറുഹു, അയാൾ അല്ലാത്ത ഒരാളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നത് വരെ, എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. ഫഇന്നഹു റുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ലൈസ ബിഫഖീഹിൻ, വിജ്ഞാനം വഹിച്ചു കൊണ്ടുപോകുന്ന എത്ര എത്ര ആളുകളുണ്ട്. അയാൾ ഒരു പക്ഷേ ആ വിജ്ഞാനം ആഴത്തിൽ മനസ്സിലാക്കിയ ആളായിരിക്കില്ല, പക്ഷേ അയാൾ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. വിജ്ഞാനം വഹിക്കുന്ന പലരും തന്നെക്കാൾ വിജ്ഞാനമുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്ന ആളായിരിക്കും. ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ അസീസ് റാജഹി ഇബ്നു മാജയുടെ ശറഹിൽ പറഞ്ഞു, ഫഖദ് യുബല്ലിഗുൽ ഇൻസാനു ഗൈറഹു, ഒരു വ്യക്തി മറ്റൊരാൾക്ക് ഒരു ഇൽമ് എത്തിച്ചു കൊടുക്കും. ഫയഫഹമു ഹാദൽ മുബല്ലഗു മാ ലാ യഫഹമു അല്ലദീ ബല്ലഗഹു, എത്തിച്ച ആൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യം എത്തിക്കപ്പെട്ട ആൾ പലപ്പോഴും ഗ്രഹിച്ചേക്കാം. കാരണം അയാൾ ഇയാളെക്കാൾ ഗ്രഹിക്കാൻ ശേഷിയുള്ള ആളാണ്. അപ്പൊ നമ്മളൊരു ഹദീസ് കേട്ടു, അത് നമ്മൾ കേട്ടതുപോലെ അതിൽ കൂട്ടാതെ കുറക്കാതെ അതിന്റെ ലഫ്ലുകളൊക്കെ അങ്ങനെ തന്നെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. നമുക്ക് ആ ഹദീസ് വേണ്ടതുപോലെ ഒരു പക്ഷേ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മളിൽ നിന്ന് കേട്ട ആള് നമ്മളെക്കാൾ അതൊരു പക്ഷേ ഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. റുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഇൻ എന്ന മറ്റൊരു വചനത്തിലുമുണ്ട്. എത്തിക്കപ്പെടുന്ന ആൾ നേരിട്ട് കേട്ട ആളെക്കാൾ ഒരു പക്ഷേ സൂക്ഷിക്കുന്നവനായേക്കാം. അപ്പോൾ ഇൽമ എത്തിച്ചു കൊടുക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. എത്തിക്കപ്പെട്ട ആൾ എത്തിച്ചു കൊടുക്കുന്നവനേക്കാൾ ഒരു പക്ഷേ അത് ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും സമയം കണ്ടെത്തുന്ന ആളും അതിന് സാധ്യതയുള്ള ആളുമായിരിക്കും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് ആവർത്തിച്ച് പറയാനുള്ളത്, നാം പഠനത്തിൻ്റെ കാര്യം, കിതാബും സുന്നത്തും പഠിക്കുന്ന കാര്യം, സലഫുകൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനും സുന്നത്തും ഗ്രഹിച്ചിട്ടുള്ള സലഫി ഉലമാക്കളുടെ ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ടുള്ള പഠനം, അതിന് നാം നിത്യജീവിതത്തിൽ സമയം കണ്ടേ പറ്റൂ. പഠനത്തിന് സമയം കാണാൻ സൗകര്യമില്ലാത്ത ആളുകൾ അവർ സലഫിയത്തിന്റെ പേരിൽ സംസാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, നാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞ സമയമാണ്. കണ്ടതും കേട്ടതുമൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. രാഷ്ട്രീയത്തിൻ്റെ വരും വരായികകളെക്കുറിച്ച്, കൂട്ടിക്കിഴിക്കലുകളെക്കുറിച്ച്, പത്രവാർത്തകളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്ത് അനാവശ്യമായി സമയം കളയാതെ അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ദീൻ പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കുവാനും ഇതിനുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. നമ്മൾ ഒഴിവ് സമയം അതിനായിരിക്കണം ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മുടെ ഒഴിവ് സമയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കും, എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഒഴിവ് സമയം നാം ഉപയോഗിച്ചത് എന്ന്. ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഒരു ചെറിയ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഹമദ് രചിച്ചിട്ടുള്ള അൽ അസ്ബാബുൽ മുഫീദ ഫി ഇക്തിസാബിൽ അഖ്ലാഖിൽ ഹമീദ, സ്തുത്യർഹമായ സ്വഭാവങ്ങൾ ആർജിക്കുന്നതിന് ഉപകാരപ്പെടുന്ന
ചില കാരണങ്ങൾ, ചില മാർഗങ്ങൾ. അതായത് സൽസ്വഭാവം നേടിയെടുക്കാൻ നമ്മൾ എന്തെല്ലാം മാർഗങ്ങൾ അവലംബിക്കണം എന്നാണ് ഷെയ്ഖ് അവറുകൾ ഈ ഗ്രന്ഥത്തിൽ സ്ഥാപിക്കുന്നത്. മംലക്കത്തുൽ അറബിയത്ത് സൗദിയ, സൗദി അറേബ്യയിലെ വസാറത്ത് ശുഊറുൽ ഇസ്ലാമിയ്യത്ത് വൽ ഔഖാഫ് വ ദഅവത്ത് വൽ ഇർഷാദ് എന്ന ഇവിടുത്തെ ഔദ്യോഗിക ഗവൺമെന്റ് പ്രസിദ്ധീകരണാലയം പുറത്തിറക്കിയിട്ടുള്ള, വസാറത്ത് തന്നെ നേരിട്ട് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ്. ഇവിടെ ഫ്രീ വിതരണത്തിലുള്ള പുസ്തകമാണ്. അതിൽ ഷെയ്ഖ് അവറുകൾ തുടങ്ങുന്നത് അസ്ബാബ് ഇക്തിസാബി ഹുസ്നിൽ ഖുൽഖ്, സൽസ്വഭാവം ആർജിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്നാണ്. സൽസ്വഭാവത്തിന്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലുമൊക്കെ വളരെ വ്യക്തമായി വന്നിട്ടുള്ള കാര്യമാണ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, നബിയെ താങ്കൾ ഉത്തമമായ ഉന്നതമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാകുന്നു എന്ന് അള്ളാഹു നബിയെ പ്രശംസിച്ചു പറഞ്ഞത് കാണാൻ സാധിക്കും. ഖിയാറുക്കും അഹ്സനുക്കും അഖ്ലാക, നിങ്ങളിൽ ഉത്തമന്മാർ സൽസ്വഭാവികളാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സൽസ്വഭാവം ഉൾക്കൊള്ളുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ആ സൽസ്വഭാവം നേടിയെടുക്കുന്നതിന് നാം എന്തെല്ലാം വഴികൾ സ്വീകരിക്കണമെന്നാണ് ഷെയ്ഖ് അവറുകൾ ഈ പുസ്തകത്തിൽ ചുരുക്കി പറയുന്നത്. പുസ്തകം മുഴുവനുമായി വായിച്ച് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ചുരുങ്ങിയ രൂപത്തിലുള്ള വിവരണം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖ് അവറുകൾ തുടങ്ങുന്നത് ലാ റൈബ അന്ന അഖ്ല മാ അല ത്വബീഅത്തിൽ ബശരിയത്തി തഗ്യീറുൽ അഖ്ലാഖ് അല്ലതി തുബിഅത് അലൈഹ നഫ്സ്, മനുഷ്യൻ തൻ്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട സ്വഭാവം, ആ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക എന്നത് മനുഷ്യ പ്രകൃതിയുടെ മേൽ ഏറ്റവും ഭാരമുള്ള ഒരു സംഗതിയാണ് എന്നതിൽ സംശയമില്ല. ഇല്ല അന്ന ദാലിക ലൈസ മുതഅദ്ദിറൻ വലാ മുസ്തഹീല, പക്ഷെ ശ്രമിക്കുകയാണെങ്കിൽ അസാധ്യമായൊരു കാര്യമോ നമുക്ക് കഴിയാത്തൊരു കാര്യമോ അല്ല. അപ്പോൾ ഓരോ മനുഷ്യർക്കും അവരുടെ പ്രകൃത്യാ തന്നെ ചില സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അത് മാറ്റിയെടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്, പക്ഷെ ശ്രമിച്ചാൽ സാധിക്കുന്നതാണ്, അസാധ്യമായ ഒരു കാര്യമല്ല അത്. ബൽ ഇന്ന ഹുനാക അസ്ബാബൻ അദീദ വവസായില മുതനവ്വിഅ യസ്തതിഉ ലിൻസാനു മിൻ ഖിലാലിഹാ അൻ യക്തസിബ ഹുസ്നൽ ഖുൽഖ് വമിൻ ദാലിക മാ യലി. എന്നാൽ ധാരാളം കാരണങ്ങൾ അല്ലെങ്കിൽ മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, വ്യത്യസ്തങ്ങളായ വഴികൾ. അതിലൂടെ നമുക്ക് സൽസ്വഭാവം നേടിയെടുക്കാൻ സാധിക്കും. അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഷെയ്ഖ് അവറുകൾ ഇനി വിവരിക്കുന്നത്. ഒന്നാമത്തേത് സലാമത്തുൽ അഖീദ, നമ്മുടെ വിശ്വാസം, അഖീദ സുരക്ഷിതമായിരിക്കുക എന്നതാണ്. ഫശഅലുൽ അഖീദത്തി അലീം വ അംറുഹ ജലൽ, അഖീദയുടെ കാര്യം അത് വളരെ മഹത്തായതാണ്, അതിൻ്റെ കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഫസ്സുലൂഖു ഫിൽ ഗാലിബി സമറത്തുൽ ലിമാ യഹ്മിലുഹു ലിൻസാനു മിൻ ഫിക്രിൻ വമാ യഅതഖിദുഹു മിൻ മുഅതഖദിൻ വമാ യദീനു ബിഹി മിൻ ദീൻ. സ്വഭാവം, പെരുമാറ്റം എന്നത് മിക്കവാറും ഓരോ മനുഷ്യനും ഉൾക്കൊണ്ടിട്ടുള്ള അയാളുടെ വിശ്വാസം, അയാൾ ഉൾക്കൊണ്ട അയാളുടെ മതബോധം, അയാളുടെ ചിന്ത, ഇതിൻ്റെയൊക്കെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഫലമാണ്, ഇതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ സ്വഭാവം എന്ന് പറയുന്നത്. വലിൻഹിറാഫ് ഫി സുലൂക് ഇന്നമാ ഹുവ നാതിജുൻ ഖലലിൻ ഫിൽ മുഅതഖദ്, വിശ്വാസത്തിലുള്ള ന്യൂനതകൾ, കുറവുകൾ, അതിൽ നിന്നാണ് പലപ്പോഴും പെരുമാറ്റത്തിലുള്ള വ്യതിയാനങ്ങൾ, സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈമാനിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ സ്വഭാവം എന്ന് പറയുന്നത്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും അഖ്ലാഖ, ഏറ്റവും സമ്പൂർണമായ ഈമാനുള്ള മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ഉത്തമ സ്വഭാവമുള്ളവരാണെന്ന് ഒരു ഹദീസിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അഖീദ എന്ന് പറയുന്നത് നമ്മുടെ ഈമാൻ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. ഫൈദാ സഹഹത്തുൽ അഖീദ ഹസനത്തുൽ അഖ്ലാഖ് തബഅൻ ലിദാലിക്, അഖീദ ശരിയായാൽ അതിനെ തുടർന്നുകൊണ്ട് സ്വഭാവവും ശരിയാകും. ഫൽ അഖീദത്തു സ്വഹീഹ തഹ്മിലു സാഹിബഹ അലാ മകാരിമിൽ അഖ്ലാഖ് മിൻ സിദ്ഖിൻ വകറമിൻ വഹിൽമി വശജാഅ വനഹ്വി ദാലിക്. ശരിയായ അഖീദ, കുറ്റമറ്റ വിശ്വാസം, അത് ആ വിശ്വാസം സ്വീകരിച്ച ആളെ ഉന്നതമായ ആദരണീയമായ സ്വഭാവങ്ങൾക്ക് പ്രേരിപ്പിക്കും. സത്യസന്ധത, ഔദാര്യം, വിവേകം, ധീരത തുടങ്ങിയ എല്ലാ ഉന്നത സ്വഭാവങ്ങൾക്കും അത് പ്രേരിപ്പിക്കും. കമാ അന്നഹ തർദഉഹു വതസുമുഹു അൻ മസാവിൽ അഖ്ലാഖ് മിൻ കദിബി വശുഹ് വതൈശി വജഹ്ലി വനഹ്വിഹ. എന്നാൽ ഈ വൃത്തികെട്ട സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിൽ, നമ്മുടെ ശരിയായ അഖീദയാണ് നമുക്കുള്ളതെങ്കിൽ വൃത്തികെട്ട സ്വഭാവങ്ങളെ അത് തടയുകയും പ്രതിരോധിക്കുകയും ചെയ്യും. കളവ്, പിശുക്ക് അല്ലെങ്കിൽ ആർത്തി,
എടുത്തുചാട്ടം, അവിവേകം എന്ന് തുടങ്ങി പല ദുസ്വഭാവങ്ങളും ഇത് നമ്മളെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ ശരിയായ അഖീദയാണ്. അതുകൊണ്ട് സ്വഭാവം ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ടത് തൻ്റെ അഖീദ ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം നമ്മുടെ അമലുകളൊക്കെ അഖീദയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അമലുകൾ അഖീദയുടെ നിഴലാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അഖീദ ശരിയായാൽ അമല് ശരിയാവും. അമല് ശരിയാകുന്നില്ലെങ്കിൽ അതിനർത്ഥം അഖീദക്ക് പിഴവുണ്ട് എന്നാണ്. അതുകൊണ്ട് കുറ്റമറ്റ അഖീദ, അതാണ് ഒന്നാമതായി സൽസ്വഭാവത്തിന് നമുക്ക് വേണ്ടത്. രണ്ടാമത്തേത് അദ്ദുആ, പ്രാർത്ഥന. ഫദ്ദുആഉ ബാബുൻ അളീം ഫഇദാ ഫുതിഹ ലിൽഅബ്ദി തതാബഅത് അലൈഹിൽ ഖൈറാത്ത് വൻഹാലത്ത് അലൈഹിൽ ബറകാത്ത്. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാൽ നമുക്ക് ഒരുപാട് നന്മകൾ അതിനെ തുടർന്നുണ്ടാകും, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് ഫമൻ റഗിബ ബിത്തഹല്ലി ബിമകാരിമിൽ അഖ്ലാഖ് വറഗിബ ബിത്തഖല്ലി മിൻ മസാവിഇൽ അഖ്ലാഖ് ഫൽയൽജ ഇലാ റബ്ബിഹി വൽയർഫഅ ഇലൈഹി അകുഫൽ ലറാഅ ലിയർസുഖഹു ഹുസ്നൽ ഖുൽഖ് വയസ്രിഫ് അൻഹു സയ്യിഅഹു ഫദ്ദുആഉ മുഫീദുൻ ഫി ഹാദൽ ബാബി വഗൈരിഹി. അതുകൊണ്ട് ആദരവങ്ങൾ ഉൾക്കൊള്ളണം എന്നാഗ്രഹിക്കുന്നവർ, മോശമായ സ്വഭാവങ്ങൾ അകന്നു നിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ, അവർ തന്റെ റബ്ബിലേക്ക് അഭയം തേടട്ടെ. അള്ളാഹുവിലേക്ക് തന്റെ കൈകൾ, തന്റെ വിനയത്തിന്റെ കൈകൾ ഉയരട്ടെ. എന്തിനു വേണ്ടി? തനിക്ക് സൽസ്വഭാവം അള്ളാഹു ഉദാരമായി നൽകുന്നതിന് വേണ്ടി, ചീത്ത സ്വഭാവങ്ങൾ തന്നിൽ നിന്ന് അള്ളാഹു തിരിച്ചുവിടുന്നതിന് വേണ്ടി. കണ്ടോ, വകാന യഖൂൽ വലിഹാദാ കാന നബിയു അലൈഹി സ്വലാത്തു വസ്സലാം കതീറൽ ലറാഅത്തി ഇലാ റബ്ബിഹി യസ്അലുഹു അൻ യർസുഖഹു ഹുസ്നൽ ഖുൽഖ്. കണ്ടോ, തനിക്ക് ഉത്തമ സ്വഭാവം അള്ളാഹു നൽകുന്നതിന് വേണ്ടി തന്റെ റബ്ബിനോട് ചോദിച്ചുകൊണ്ട് ധാരാളമായി വിനയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വകാന യഖൂലു ഫീ ദുആഇൽ ഇസ്തിഫ്താഹ് വജ്ഹതു വജിഹ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ നാട്ടിലൊക്കെ വാന മിനൽ മുസ്ലിമീൻ വരെ പഠിച്ചിട്ടുള്ള, അതിന്റെ ബാക്കിയുള്ള ഭാഗത്ത് എടുത്തു നോക്കിയാൽ പ്രവാചകൻ ആ പ്രാരംഭ പ്രാർത്ഥനയിൽ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ ദുആയിൽ ഇപ്രകാരം ദുആ ചെയ്തിരുന്നത് കാണാം: അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നി സയ്യിഅഹാ ലാ യസ്രിഫ് അന്നി സയ്യിഅഹാ ഇല്ലാ അൻത. അല്ലാഹുവേ, സ്വഭാവങ്ങളിൽ ഏറ്റവും ഉത്തമമായ സ്വഭാവങ്ങളിലേക്ക് നീ എന്നെ വഴി കാണിക്കണേ. എന്നെ ഉത്തമമായ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിലേക്ക് വഴി കാണിക്കുവാൻ നീ അല്ലാതെ ഇല്ല. അതുപോലെ ചീത്ത സ്വഭാവങ്ങൾ എന്നിൽ നിന്ന് തട്ടിമാറ്റണേ, അതിനെ തട്ടിമാറ്റുന്നവൻ നീ അല്ലാതെ ഇല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ പറയാറുണ്ടായിരുന്നു. അപ്പൊ സൽസ്വഭാവങ്ങളിലേക്ക് നമ്മളെ ശരിക്കും നയിക്കാൻ കഴിയുന്നത് അള്ളാഹുവിനാണ്. ദുസ്വഭാവങ്ങളിൽ നമ്മളെ രക്ഷിക്കാൻ ശരിക്കും സാധിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അവിടുത്തെ മറ്റൊരു പ്രാർത്ഥനയായിരുന്നു അല്ലാഹുമ്മ ജന്നിബിനി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഹ്വാഇ വൽ അഅമാലി വൽ അദ്വാ. ചീത്ത സ്വഭാവങ്ങൾ, ചീത്ത വിചാരങ്ങൾ അഥവാ ചീത്ത ഇച്ഛകൾ, തെറ്റായ പ്രവർത്തനങ്ങൾ, അതുപോലെ മോശമായ രോഗങ്ങൾ, ഇതെല്ലാം എന്നിൽ നിന്ന് നീ അകറ്റണേ, അല്ലെങ്കിൽ എന്നെ അതിൽ നിന്നും അകറ്റണേ. അപ്പൊ വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതെല്ലാം ദുആ ചെയ്തിരുന്നു. മറ്റൊരിക്കൽ അവിടുന്ന് പ്രാർത്ഥിച്ചതായിട്ട് ഹദീസിൽ കാണാം, പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അവിടുന്ന്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ഹറമി വൽ ബുഖ്ലി വഅഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസ് തന്നെയാണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു മിനൽ അജ്സി, അശക്തി, കാര്യങ്ങൾ ചെയ്യാനുള്ള കെൽപ്പില്ലായ്മ, വൽ കസൽ, മടി, വൽ ജുബ്ൻ, അതുപോലെ തന്നെ ഭീരുത്വം, വൽ ഹറം, വാർദ്ധക്യം, വൽ ബുഖൽ, അതുപോലെ തന്നെ ബുഖൽ എന്ന് പറഞ്ഞാൽ പിശുക്ക്. ഇതെല്ലാം നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സ്വഭാവ ഗുണങ്ങൾ, അതിൽ നിന്ന് രക്ഷ ചോദിക്കാണ്. പിന്നെ വഅഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ഖബർ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്നകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അപ്പൊ സൽസ്വഭാവങ്ങൾ, സൽഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടിയും ദുർഗുണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് സൽസ്വഭാവം ആഗ്രഹിക്കുന്ന ഒരാൾ, അള്ളാഹുവേ, എന്റെ സ്വഭാവം നന്നാക്കണേ, എനിക്ക് സൽസ്വഭാവം പ്രദാനം ചെയ്യണേ എന്ന് ആത്മാർത്ഥമായി ഉത്തരം കിട്ടുന്ന സമയങ്ങൾ നോക്കി ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പല ആളുകളും പറയാറുണ്ട്, എനിക്കത് മാറ്റാൻ കഴിയൂല. മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. മൂന്നാമത്തേത് പരിശ്രമമാണ്, അൽ മുജാഹദ. ഫൽ മുജാഹദ തൻഫഉ കസീറൻ ഫീ ഹാദൽ ബാബ്. ഈ വിഷയത്തിൽ
മുജാഹദ എന്ന ശരിക്കും പോരാട്ടമാണ്. സ്വന്തം ശരീരത്തോടും ശരീരത്തിന്റെ താല്പര്യങ്ങളോടുമുള്ള സമരമാണത്, പരിശ്രമമാണത്. ذلك أن الخلق الحسن من الهداية يحصل عليه المرء بالمجاهدة. നല്ല പരിശ്രമമുണ്ടെങ്കിൽ നമുക്ക് ആർജിച്ചെടുക്കാവുന്ന അള്ളാഹു നൽകുന്ന ഹിദായത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ് സൽസ്വഭാവം. അതുകൊണ്ട് ഈ വിഷയത്തിൽ പരിശ്രമത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹു പറഞ്ഞല്ലോ സൂറത്ത് അൽ അൻകബൂത്തിൽ 69-ാമത്തെ വചനം, അവസാനത്തെ ആയത്ത് അൻകബൂത്തിൽ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ കാര്യത്തിൽ പരിശ്രമങ്ങൾ നടത്തുന്നവർ, ലനഹ്ദിയന്നഹും സുബുലനാ, അവരെ നമ്മുടെ മാർഗങ്ങളിലേക്ക് നാം വഴി കാണിക്കുന്നതാണ്. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അള്ളാഹു തീർച്ചയായും സുഹൃതം പ്രവർത്തിക്കുന്നവരോടൊപ്പമാണ്. ഫമൻ ജാഹദ നഫ്സഹു അല തഹല്ലി ബിൽ ഫളാഇൽ, ശ്രേഷ്ഠ ഗുണങ്ങൾ ആർജിക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്റെ നഫ്സിനോട് പോരാടട്ടെ, സ്വന്തം ശരീരത്തോട് സമരം ചെയ്യട്ടെ. വജാഹദഹ അല തഹല്ലി മിനർ റദാഇൽ, അതുപോലെ തന്നെ വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിലും തന്റെ നഫ്സിനോട് പോരാടട്ടെ. എന്നാൽ അയാൾക്ക് ധാരാളം നന്മ ലഭിക്കും. വന്ദഫഅൻ ശർറു മുസ്തതിർ, പരന്നു പിടിച്ച തിന്മകൾ അയാളിൽ നിന്നും അകന്നു പോകും. ഫൽഅഖ്ലാഖു മിൻഹാ മാ ഹുവ ഗരീസിയുൻ ഫിത്രിയുൻ, സ്വഭാവം എന്ന് പറഞ്ഞാൽ ജന്മനാ തന്നെ ഉള്ളതും പ്രകൃതിവാസനപ്പെട്ടതും ഉണ്ടായിരിക്കും. വമിൻഹാ മാ ഹുവ ഇക്തിസാബിയുൻ യഅതി ബിദ്ദർബത്തി വൽ മുമാറസ, പരിശീലനങ്ങൾ കൊണ്ട് ആർജിച്ചെടുക്കാവുന്ന സ്വഭാവങ്ങൾ ഉണ്ടാകും. അപ്പോൾ പ്രകൃത്യാ ഉള്ളതും നമ്മള് കുറച്ച് പ്രയാസപ്പെട്ട് നേടിയെടുക്കാൻ കഴിയുന്നതുമായ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മുജാഹദ, പരിശ്രമം ധാരാളം വേണ്ടതുണ്ട്. നമ്മുടെ ശരീരം പലപ്പോഴും നമ്മോട് ഇന്ന നഫ്സല അമ്മാറത്തും ബിസു എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ശരീരം പലപ്പോഴും ചീത്ത കാര്യങ്ങൾക്ക് കൽപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കൂടെയുള്ള പിശാച് നമ്മോട് ചീത്ത കാര്യങ്ങൾക്ക് കൽപ്പിച്ചുകൊണ്ടിരിക്കും. ആ സന്ദർഭത്തിൽ ആ പിശാചിനോടും ശരീര ഇച്ഛകളോടും പോരാടിക്കൊണ്ടാണ് നാം സൽസ്വഭാവത്തിന്റെ പദവി നേടിയെടുക്കേണ്ടത്. ഷേഖ് അവറുകൾ തുടരുകയാണ്, വൽ മുജാഹദ ലാ തഅനി അൻ യുജാഹിദൽ മർഉ നഫ്സഹു മർറതൻ ഔ മർറതൈനി ഔ അക്സർ, ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ പലതവണ സ്വന്തം നഫ്സിനോട് സമരം ചെയ്തു എന്ന് മാത്രമല്ല, അതുകൊണ്ട് അവസാനിപ്പിക്കാവതല്ല. ബൽ തഅനി അൻ യുജാഹിദ നഫ്സഹു ഹത്താ യമൂത്, മരണം വരെ ഈ സമരം, പിശാചിനെതിരെയുള്ള, ദേഹേച്ഛക്കെതിരെയുള്ള, ദുസ്വഭാവങ്ങൾക്കെതിരെയുള്ള ഈ സമരം തുടർന്നു കൊണ്ടുപോകണം. ذلك أن المجاهدة عبادة, ഈ സമരം ഒരു ഇബാദത്താണ്. വല്ലാഹു തബാറക വതആല യഖൂൽ, അല്ലാഹു പറയുന്നു, വഅബ്ദു റബ്ബക ഹത്താ യഹ്തിയകൽ യഖീൻ, സൂറത്തുൽ ഹിജ്ർ 99-ാമത്തെ ആയത്താണ്. നിനക്ക് മരണം വരുന്നത് വരെ നീ ഇബാദത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സൽസ്വഭാവം ആർജിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തം ശരീരത്തിലെ ഇച്ഛകൾക്കെതിരിൽ, പിശാചിനെതിരിൽ, ദുസ്വഭാവങ്ങൾക്കെതിരിൽ ഒരു സമരം തന്നെ നടത്തേണ്ടതുണ്ട്. അത് അവിരാമമായ, മരണം വരെ തുടർന്നു പോകുന്ന സമരമാണ്. മരണത്തോടു കൂടി മാത്രമേ അതിന് വിരാമമുള്ളൂ. ആ നിലക്കുള്ള പരിശ്രമങ്ങളിൽ ഞാനും നിങ്ങളും ഏർപ്പെടേണ്ടതുണ്ട്. 4, അൽ മുഹാസബ. മുഹാസബത്ത് എന്ന് പറഞ്ഞാൽ സ്വയം വിചാരണ. വദാലിക ബിനഖദിൻ നഫ്സി ഇദ ഇർതകബത അഖ്ലാഖൻ ദമീമ, എന്തെങ്കിലും ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്തു പോയാൽ, ചീത്ത സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോയാൽ നാം നമ്മെ തന്നെ വിമർശിക്കണം. ഞാൻ എന്നെ നിരൂപണം നടത്തണം, എന്നെ ഞാൻ വിമർശിക്കണം. ഞാൻ എന്തിനത് ചെയ്തു, എന്നെ ചോദ്യം ചെയ്യണം ഞാൻ. മറ്റൊരിക്കൽ അത്തരം സ്വഭാവങ്ങളിലേക്ക് ഇനിയും താൻ മടങ്ങിപ്പോവുകയില്ല എന്ന്, മടങ്ങിപ്പോകാതിരിക്കാൻ സ്വന്തം ശരീരത്തെ പ്രേരിപ്പിക്കണം. അങ്ങനെ നന്മ പ്രവർത്തിക്കുമ്പോൾ അതിന് പ്രതിഫലത്തെ കുറിച്ച് അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ തിന്മ പ്രവർത്തിച്ചാൽ അതിന്റെ പര്യവസാനം മോശമാണ് എന്നതും നമ്മൾ ഈ നമ്മുടെ നഫ്സിനെ മുഹാസബ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, സ്വയം വിചാരണ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. ഞാൻ എന്തിനങ്ങനെ ചെയ്തു? ഓരോ ദിവസവും കിടക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വന്തത്തെ വിചാരണ ചെയ്യുമ്പോൾ തനിക്ക് ഇന്ന് സംഭവിച്ച അബദ്ധങ്ങള്, തനിക്ക് പറ്റിപ്പോയ ദുസ്വഭാവങ്ങള്, ദുഷ്പ്രവർത്തനങ്ങള്, അതിനെപ്പറ്റി സ്വയം ചോദിക്കുകയും എന്നിട്ട് അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. 5-ാമത്തേത് അത്തഫക്കുറു ഫിൽ ആഥാരിൽ മുതറത്തബതി അലാ ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവങ്ങളെ തുടർന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന അസറുകൾ, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. സൽസ്വഭാവം കൈക്കൊണ്ടാൽ ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങൾ. ഫൈന മഅരിഫത തമറാത്തിൽ അശ്യ വസ്തിഹ്ലാറ ഹുസ്നി അവാഖിബിഹ മിൻ അക്ബരി ദവാഇ ഇലാ ഫിഅലിഹാ വതമസ്സുലിഹാ
വസ്സഅയി ഇലൈഹ. ഒരു കാര്യം ചെയ്താൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഉൽപ്പന്നം, ഉണ്ടാകാൻ പോകുന്ന ഗുണം, അതുപോലെ തന്നെ അതിൻ്റെ നല്ല പര്യവസാനം അത് മനസ്സിൽ കൊണ്ടുവരിക. അതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സ്വയം ഓർത്തു നോക്കുക, സ്വയം അതിനെപ്പറ്റി ചിന്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ നല്ല അത് ഈ കാര്യം ഞാൻ ചെയ്താൽ ഇതുകൊണ്ട് എനിക്ക് എന്നെ ഗുണമുണ്ട് എന്നൊരാൾക്ക് ബോധ്യം വരുമ്പോൾ അത് ചെയ്യാൻ അയാൾക്ക് പ്രേരണ ഉണ്ടാകും. അതിൽ പരിശ്രമം നടത്താൻ അയാൾക്കൊരു മാനസികമായ പ്രചോദനം ഉണ്ടാകും. അതുകൊണ്ട് അതെപ്പോഴും ചിന്തിക്കണം, അത് നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തണം. നമുക്ക് ക്ഷമയോടുകൂടി സൽക്കർമ്മങ്ങളിൽ ഉറച്ചു നിന്നാൽ അതുകൊണ്ട് കിട്ടാൻ പോകുന്ന ഗുണം എന്താണ് എന്ന് ഇടയ്ക്കിടെ സ്വന്തത്തെ ഓർമ്മപ്പെടുത്തണം. അങ്ങനെ സൽപ്പ സ്വഭാവങ്ങൾ കൊണ്ട് അതിനെ തുടർന്നുണ്ടാകുന്ന നല്ല പ്രതികരണങ്ങളെ കുറിച്ച് ചിന്തിക്കണം. 6 അൻ-നളറു ഫി അവാഖിബി സൂഇൽ ഖുൽഖ്, ചീത്ത സ്വഭാവത്തിന്റെ പരിണിതിയെക്കുറിച്ചും ചിന്തിക്കണം. സൽസ്വഭാവം കൊണ്ടുണ്ടാകുന്ന നന്മകളെ പറ്റി ചിന്തിക്കുന്നത് പോലെ ദുസ്വഭാവങ്ങൾ കൊണ്ടുണ്ടാകുന്ന മോശമായ പര്യവസാനങ്ങളെ കുറിച്ചും ആലോചിക്കണം. വദാലിക ബിതഅമ്മുലി മാ യജ്ലിബുഹു സൂഉൽ ഖുൽഖി മിനൽ അസഫി ദായിം വൽ ഹംദിൽ മുലാസിം വൽ ഹസറ വൻ നദാമ വൽ ബുഗ്ലത ഫി ഖുലൂബിൽ ഖൽഖ് ഫദാലിക യദ്ഉൽ മർഇ ഇലാ യുഖ്സിറ മഅസാബിൽ അഖ്ലാഖ് വയംബഇത ഇലാ മഹാസിനിഹാ. അതായത് ചീത്ത സ്വഭാവം തനിക്കുണ്ടായാൽ അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ വന്നുകൂടുന്ന നിത്യമായ ദുഃഖം, അതുപോലെ തന്നെ വിട്ടുമാറാത്ത മനോവിഷമം, ഖേദം, വ്യസനം, ജനങ്ങൾക്കുടെ ഹൃദയങ്ങളിൽ തന്നോടുള്ള കോപം, വെറുപ്പ്, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഇടയ്ക്കിടെ ചിന്തിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചീത്ത പ്രവർത്തനങ്ങൾക്ക് കുറവ് വരുത്താൻ അയാളെ പ്രേരിപ്പിക്കും. നല്ല പ്രവർത്തനങ്ങളിലേക്ക് പ്രചോദിതനായി മുന്നോട്ട് പോകാനും അയാൾക്കത് പ്രേരണയാകും. അപ്പൊ അതുകൊണ്ട് ചീത്ത സ്വഭാവങ്ങളുടെ പര്യവസാനത്തെ കുറിച്ച് ഇടയ്ക്കിടെ ചിന്തിക്കണം. 7 അൽ-ഹദ്റു മിനൽ യഅ്സി മിൻ ഇസ്ലാഹി നഫ്സ്, സ്വന്തത്തെ നന്നാക്കി എടുക്കുന്നതിനെ കുറിച്ചുള്ള നിരാശ അത് ഒഴിവാക്കണം. എനിക്കൊന്നും ഇനിയിപ്പോ നന്നാക്കാൻ കഴിയൂല, അതൊക്കെ പണി ശീലായില്ലേ എന്ന ഒരു നിരാശ നമുക്കുണ്ടാകാൻ പാടില്ല. ഫഹുനാക മൻ യദബ്തുലിയ ബിമസാവിഇൽ അഖ്ലാഖി ലന്ന അന്ന ദാലിക അൽ-അംറ ലർബത്തു ലാ തസൂൽ വഅന്ന വസ്മത്തു ആരിൻ ലാ തംഹി. ആർക്കെങ്കിലും ചില ദുസ്വഭാവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് വിട്ടുമാറാതെ നിൽക്കുകയും അതിനി ഒരിക്കലും പോകൂല, അതെനിക്കൊരു അപമാനമാണ്, എത്ര കാലം ഇപ്പൊ ഇത്ര വയസ്സായില്ലേ, ചിലപ്പോൾ അങ്ങനെയല്ലേ പോയത്, അങ്ങനെ തന്നെ പോട്ടെ, അതൊന്നും മാറ്റാൻ കഴിയില്ല എന്ന ഒരു നിരാശ നമുക്കുണ്ടാകരുത്. നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റാൻ, നമ്മുടെ ശീലങ്ങളെ മാറ്റാനാണ് ഇസ്ലാം വന്നിട്ടുള്ളത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അത് ശൈഖ് അവർ ഉദ്ധരിച്ച ആയത്തല്ല, ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞതാണ്. ഒരു ജനതയെ അള്ളാഹു മാറ്റം വരുത്തുകയില്ല, ആ ജനതയിലുള്ള സ്വഭാവത്തെ ശീലങ്ങളൊന്നും മാറ്റുന്നില്ല, അവർ സ്വയം മാറ്റം വരുത്തുന്നത് വരെ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിരാശ നമുക്ക് ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഒരു മുസ്ലിമിന് ഒരിക്കലും നിരാശ വരാൻ പാടില്ല. അതുകൊണ്ട് സ്വന്തത്തെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പരിശീലിപ്പിക്കുകയും തൻ്റെ അവസ്ഥ മാറ്റിയെടുക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന ചിന്ത നാം പാടെ വെടിയുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തൻ്റെ ഇറാദത്ത്, തൻ്റെ വിചാരം ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ തൻ്റെ അയ്ബുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിൽ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് ബുദ്ധിമാനായ ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ മാത്രമേ അയാൾക്ക് ഈ കാര്യത്തിൽ വിജയിക്കാൻ സാധിക്കൂ. 8ാമത്തെ കാര്യം ഉലുവുൽ ഹിമ്മ, ഔന്നത്യബോധം, അഥവാ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഉന്നതമായ ഒരു വിചാരം നമുക്ക് സ്വന്തമായി ഒരു മുസ്ലിം എന്ന നിലക്കുണ്ടാകേണ്ട ഒരു ഗുണമാണ് ഉലുവുൽ ഹിമ്മ. താഴ്ന്ന വിചാരങ്ങൾ, തരം താഴ്ന്ന ചിന്തകളല്ല നമുക്കുണ്ടാകേണ്ടത്, ഉന്നതമായ ചിന്തകൾ നമുക്കുണ്ടാകേണ്ട. ഫഉലുവുൽ ഹിമ്മ യസ്തൽസിമുൽ ജിദ്ദ വൽലിബാഅ വനുഷ്ദാനൽ മആലി വതത്ലാബൽ കമാൽ വത്തറഫു അനി ദനായ വസ്സഗായിർ വമുഹഖിറാത്തിൽ ഉമൂർ. നിസാരമായ താഴ്ന്ന കാര്യങ്ങൾ, അതിൽ നിന്നും ഉയർന്നു നിൽക്കുവാനും സമ്പൂർണത, അതുപോലെ തന്നെ ഉന്നത സ്വഭാവം അത് തേടുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നല്ല പരിശ്രമങ്ങൾ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. നമുക്ക് ഔന്നത്യബോധം, മാഹാത്മ്യബോധം ഉണ്ടായിരുന്നാൽ. വൽഹിമ്മത്തുൽ ആലിയ ലാ തസാലു ബിസാഹിബിഹാ തദ്രിബുഹു ബിസിയാത്തിൽ ലൗബി വത്തഅനീം വതസ്ജിറു അൻ മവാഖിഫിൽ ദുല്ലി വക്തിസാബിർ റദാഇൽ വഹുർമാനിൽ ഫളാഇൽ ഹത്താ തർഫഉ മിൻ അദ്ന ദറകാത്തിൽ ഹളീലി ഇലാ അലാ മഖാമാത്തിൽ മജ്ദി വസ്സുഅദദ്. മഹത്വം, നേതൃത്വം, ഈ പദവിയിലേക്കൊക്കെ നമ്മളെ എത്തിക്കുന്ന താഴ്ന്ന വളരെ മോശമായ കാര്യം നമ്മളെ ഉയർത്തിക്കളയുന്ന അതൊക്കെ നമുക്കുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഹിമ്മത്തുൻ ആലിയ, ഉന്നതമായ വിചാരം നമുക്കുണ്ടായിരിക്കണം.
അപ്പൊ സ്വാഭാവികമായും നിന്ദ്യമായ തരം താഴ്ന്ന നിലപാടുകൾ അത് ഈ നമ്മുടെ ഉന്നത വിചാരം നമ്മെ എപ്പോഴും തടഞ്ഞുകൊണ്ടിരിക്കും. തെറ്റായ അല്ലെങ്കിൽ തരം താഴ്ന്ന വിചാരങ്ങൾ അതിൽ നിന്ന് നമ്മൾ രക്ഷിക്കുവാൻ നമ്മുടെ ഉലുവുൽ ഹിമ്മ ഔന്നത്യ ബോധത്തിന് സാധിക്കും. അതുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഫമൻ ആലത് ഹിമ്മതുഹു വഖശഅത് നഫ്സുഹു ഉത്തുസിഫ ബികുല്ലി ഖുൽഖിൻ ജമീൽ. ആരുടെയെങ്കിലും ഹിമ്മത്ത് വിചാരം വളരെ ഉന്നതമായി, അയാളുടെ നഫ്സ മനസ്സാകട്ടെ അയാൾക്ക് വഴങ്ങുന്നതും പാകപ്പെട്ടതുമായാൽ അയാൾക്ക് ഉന്നതമായ നല്ല സ്വഭാവങ്ങൾ അയാൾക്കുണ്ടായിത്തീരും. വമൻ തനത് ഹിമ്മത്തുഹു വതഗത് നഫ്സുഹു, അയാളുടെ ഹിമ്മത്ത് വിചാരം വളരെ താഴ്ന്ന വിചാരവും അയാളുടെ നഫ്സാകട്ടെ അയാൾക്ക് ഒതുങ്ങാത്തതുമായാൽ ഉത്തുസിഫ ബികുല്ലി ഖൽഖിൻ റദീൽ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് തരം താഴ്ന്ന സ്വഭാവങ്ങളായിരിക്കും അയാൾക്കുണ്ടാവുക. അതുകൊണ്ട് ഉന്നത സ്വഭാവങ്ങൾ, ശ്രേഷ്ഠമായ ഗുണങ്ങൾ, ഉന്നത പദവികൾ, അത് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ഈ ഭൗതിക ലോകത്ത് ലഭിക്കുന്ന ഉന്നത പദവികളെ കുറിച്ചല്ല ഈ പറയുന്നത്. സൽസ്വഭാവത്തിന്റെ ഉന്നത പദവികൾ നമുക്ക് ലഭിക്കണമെന്ന ആഗ്രഹം വിചാരം നമുക്കുണ്ടാകണം. അതാണ് ഒരു നഫ്സുൻ ആലി, ഉന്നത മനസ്സ് നമുക്കുണ്ടാകുന്നത് കൊണ്ടുള്ള ഗുണം. തരം താഴ്ന്ന നിന്ദ്യമായ സ്വഭാവങ്ങൾ ഒരിക്കലും തന്നെ നമുക്കുണ്ടാവാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 9ാമത്തെ കാര്യം അസ്സബ്ർ. എല്ലാ സൽസ്വഭാവങ്ങളുടെയും അടിത്തറയാണ് യഥാർത്ഥത്തിൽ സബ്ർ അഥവാ ക്ഷമ എന്ന് പറയുന്നത്. ഫസ്സബ്റു മിനൽ ഉസസിൽ അഖ്ലാഖിയ്യ അല്ലതി യഖൂമു അലൈഹൽ ഖുലുഖുൽ ഹസൻ. നല്ല സ്വഭാവം, ആ നല്ല സ്വഭാവം ഏതൊരടിത്തറയിലാണ് നിലകൊള്ളുന്നത് എന്ന് നാം നോക്കിയാൽ എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും അടിത്തറ ക്ഷമയാണ് എന്ന് കാണാൻ സാധിക്കും. ഫസ്സബ്റു യഹ്മിലു അലൽ ഇഹ്തിമാലി വകദ്മിൽ ഗൈൽ വകഫിൽ അദാ വൽഹിൽം വൽഅനാത് വൽരിഫ് വതർകി ത്വയ്ശ് വൽഅജല. ക്ഷമ നമുക്കുണ്ടെങ്കിൽ പലതും സഹിക്കാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. കോപം വരുമ്പോൾ അതിനെ കടിച്ചമർത്താൻ, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ, വിവേകം കാണിക്കാൻ, സാവകാശം കൈക്കൊള്ളാൻ, സൗമ്യത കാണിക്കാൻ, എടുത്തുചാട്ടവും ഒഴിവാക്കുവാൻ, ഇതിനൊക്കെ നമ്മളെ ക്ഷമ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ക്ഷമ നമുക്ക് നേടിയെടുക്കേണ്ട വലിയ ഒരു ഗുണമാണ്. ഒരുപാട് ഖുർആനും ഹദീസും പ്രശംസിച്ചിട്ടുള്ള കാര്യമാണ്. വിശ്വാസത്തിന്റെ പകുതിയാണ് ക്ഷമ എന്ന് പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും. അതുപോലെ ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുന്ന വലിയ ഒരു ഗുണമുള്ളവരാണ് ക്ഷമാലുക്കൾ. ക്ഷമാലുക്കളുടെ പ്രതിഫലം അള്ളാഹു കണക്കില്ലാതെ കൊടുക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു മുഅ്മിൻ എപ്പോഴും ഒരു സ്വാബിർ ആയിരിക്കണം, ക്ഷമാലു ആയിരിക്കണം. 10ാമത്തേത് അൽ ഇഫ്ഫത്തു. ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ അന്തസ്, മാന്യത, അത് നമുക്കുണ്ടാകണം. ഫഹിയ തഹ്മിലു അലാ ഇജ്തിനാബി റദാഇലി വൽ ഖബാഇഹി മിനൽ ഖൗലി വൽ ഫിഅൽ. വാക്കിലും പ്രവൃത്തിയിലും ചീത്ത സ്വഭാവങ്ങൾ, തരം താഴ്ന്ന സ്വഭാവങ്ങൾ, അതിൽ നിന്ന് അകന്നു നിൽക്കാൻ മാന്യത, അന്തസ് നമ്മെ പ്രേരിപ്പിക്കും. വതഹ്മിലു അലൽ ഹയാഇ വഹുവ റഅ്സു കുല്ലി ഖൈരിൻ. അതുപോലെ തന്നെ അത് ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജാശീലത്തിന് അത് നമ്മളെ പ്രേരിപ്പിക്കും. എല്ലാ നന്മകളുടെയും തലപ്പ് അല്ലെങ്കിൽ അതിന്റെ തല അടിസ്ഥാനം അതാണ്. വതംനഉ മിനൽ ഫഹ്ശാഇ, മാന്യത അത് നീച പ്രവൃത്തികളിൽ നിന്ന് നമ്മളെ തടയും. വൽ ബുഖ്ലി, പിശുക്കിൽ നിന്ന് തടയും. വൽ കദ്ബി വൽ ഗീബതി വൻ നമീമ, ഏഷണി, പരദൂഷണം, കളവ് പോലെ എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും മാന്യതയും അന്തസ്സും നമ്മെ തടഞ്ഞെത്തും. അതുകൊണ്ട് ഇഫ്ഫത്താണ് 10ാമത്തെ ഗുണമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ 11ാമത്തേത് അശ്ശജാഅ. ശജാഅത്ത് എന്ന് പറഞ്ഞാൽ ധീരത. ഫഹിയ തഹ്മിലു അലാ ഇസ്സത്തി നഫ്സ്. നമുക്ക് സൽഗുണങ്ങൾ ആർജിച്ചെടുക്കാനുള്ള വഴികളാണ് ശൈഖ് അവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ശജാഅത്ത് എന്ന് പറഞ്ഞാൽ ധീരത, അത് വലിയ മനസ്സിന്റെ പ്രതാപമുള്ള മനസ്സിന് പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ എതിർപ്പുകളെ വിസമ്മതിക്കാൻ അത് പ്രേരിപ്പിക്കുന്നു. ഉന്നതമായ സ്വഭാവങ്ങൾ, ഉന്നതമായ ഗുണങ്ങൾ തിരഞ്ഞെടുക്കുവാൻ, അതിന് മുൻഗണന കൊടുക്കാൻ ധീര നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ നല്ല ഔദാര്യം കാണിക്കുവാൻ, ചെലവഴിക്കുവാൻ അതെല്ലാം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ശജാഅത്ത് ഉണ്ടായിരിക്കണം. കോപം വരുമ്പോൾ അത് കടിച്ചമർത്താൻ, വിവേകം കാണിക്കാൻ,
അതിനൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ഒരു സ്വയം ധീരത ഉണ്ടാകേണ്ടതുണ്ട്. തനിക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ അത് പറഞ്ഞത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. നീ ഒരു നബി ഒരാൾ ഉപദേശം തേടി വന്നപ്പോൾ 3 തവണ പറഞ്ഞു ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്ന്. കോപത്തിന്റെ സമയത്ത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനാണ് മല്ലയുദ്ധത്തിൽ തന്റെ എതിരാളിയെ മലർത്തിയടിക്കുന്നവനേക്കാൾ ഏറ്റവും ശക്തൻ എന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് 11ാമത്തെ ഗുണം. 12ാമത്തെ ഗുണമായി ശൈഖ് അവർ എടുത്തു പറഞ്ഞിട്ടുള്ള അതിൽ നീതിബോധം. നമ്മുടെ സ്വഭാവത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകേണ്ട ഒരു സംഗതിയാണത്. സ്വഭാവത്തിൽ ഒരു പാകത ഉണ്ടാകുവാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. രണ്ടറ്റം, ഒന്ന് ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുക, ഒന്ന് ഉള്ളതിനപ്പുറം പോയി അതിര് കടക്കുക. ഇത് രണ്ടിനും മധ്യത്തിലുള്ള ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുവാൻ ഈ സ്വഭാവം ഈ നീതിബോധം നമ്മളെ പ്രേരിപ്പിക്കും. ഉദാഹരണമായിട്ട് ഖുലുഖുൽ ജൂദ്, ഔദാര്യ സ്വഭാവം, അതിന് ഈ അതിന് നമ്മെ പ്രേരിപ്പിക്കും. ഔദാര്യം എന്ന് പറഞ്ഞാൽ എന്താ? പിശുക്കിന്റെയും അതുപോലെ തന്നെ ധൂർത്തിന്റെയും മധ്യത്തിലുള്ളതാണ്. വെറുതെ വാരി വിതറി ചെലവഴിക്കുക, ആവശ്യത്തിനും അനാവശ്യത്തിനും ധൂർത്തടിക്കുക, ഇസ്രാഫ്, അമിതവ്യയം, ബുഖ്ൽ എന്ന പിശുക്ക്, വേണ്ടതിന് പോലും ചെലവാക്കാതെ പിശുക്ക് കാണിക്കുക. ഇത് രണ്ടിനും മധ്യത്തിലാണ് ജൂദ്. അപ്പൊ അത് ഒരു മുഅ്തദിലായ മധ്യമ സ്വഭാവമാണ്. വഅലാ ഖുലുഖി തവാദു, അതുപോലെ തന്നെ തവാദു എന്ന് പറഞ്ഞാൽ വിനയം, താഴ്മ. അല്ലദീ ഹുവ തവസ്സുതും ബൈന ദില്ലതി വൽ കിബർ. കിബർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ഞാൻ തന്നെയാണ് വലുത് എന്നുള്ള വിചാരം. ദില്ലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊന്നും പോരേന്നും പറഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ട് നിൽക്കുക, നിന്യത. അവ നിന്യതക്കും അഹങ്കാരത്തിനും മധ്യത്തിലുള്ളതാണ് എന്ത്? വിനയം അല്ലെങ്കിൽ താഴ്മ എന്ന് പറയുന്ന തവാദു. വഅലാ ഖുൽഖി ശജാഅ, അതുപോലെ ധീരത. അപ്പൊ നമ്മൾ നേരത്തെ വിശദീകരിച്ചു, ധീരത എന്ന സ്വഭാവം ഹുവ തവസ്സുതും ബൈനൽ ജുബ്നി വത്തഹവ്വുർ. അത് ജുബ്ൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വം, തഹവ്വുർ എന്ന് പറഞ്ഞാൽ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടുന്ന ആ സ്വഭാവം. അത് രണ്ടിനും മധ്യത്തിലുള്ള ആവശ്യമായ ധീരത. ഇങ്ങനെ ഒരുപാട് സൽഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ അതിൽ നീതിബോധം എന്ന് പറയുന്നത്. കോപത്തിനും മറ്റുമിടയിലുള്ള ഹിൽമ്, വിവേകം, അതും ശൈഖ് അവരുടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നീതിബോധം ഉണ്ടാവും എന്ന് നാം സ്വയം ആലോചിക്കുകയും അതുണ്ടാകാൻ നാം പരിശ്രമിക്കുകയും വേണം. ഉമ്മത്തും വസത്ത്, മധ്യമ സമുദായം എന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്നത്തിനെ സംബന്ധിച്ച് പറയാനുള്ളവർ എല്ലാത്തിലും മധ്യമ സ്വഭാവം കൈക്കൊള്ളുന്നവരാണ് എന്നാണ്. 13ാമത് ശൈഖ് അവറുകൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് തകല്ലുഫുൽ ബിശ്രി വത്തലാഖ വതജന്നുബുൽ അബൂസ് വതഖദീബ്. എപ്പോഴും മുഖപ്രസന്നതയും സന്തോഷവും വരുത്തുക. ഇങ്ങനെ മുഖം ചുളിഞ്ഞ് ഇങ്ങനെ കണ്ടാൽ തന്നെ ഒരു ആളുകൾക്കൊന്നൊരു ഒരു മുഖത്ത് ഒരു കരുവാളിച്ചതുപോലെ അല്ലെങ്കിൽ നിരാശ ഉള്ളതുപോലെ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാകുമ്പോൾ പ്രസന്ന മുഖം, അതാണ് നമുക്ക് ആവശ്യം. ഒരു പുഞ്ചിരി, അത് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈഅ, നീ ഒരു സൽക്കാര്യത്തെയും നിസാരമായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖ്, വജ്ഹിൻ തൽഖ് എന്നുണ്ട്. പ്രസന്ന മുഖത്തോടു കൂടി നിന്റെ സഹോദരനെ നീ കണ്ടുമുട്ടുന്നത്, അഭിമുഖീകരിക്കുന്നത് പോലും നിനക്ക് നന്മയാണ്. അതിൽ നീ ഒരിക്കലും നിസാരമായി കരുതരുത്. തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ എന്ന് തന്നെ തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ശൈഖ് അൽബാനി സിൽസിലത്തു സഹീഹ 272 നമ്പറായി അത് സഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും ഒരു സദഖയാണ് എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. അതുകൊണ്ട് എപ്പോഴും സന്തോഷം നമ്മുടെ മുഖത്ത് കളിയാടേണ്ടതുണ്ട്, ഒരു പുഞ്ചിരി നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാതെ എപ്പോഴും മുഖം കറുപ്പിച്ച് മുഖം ചുളിച്ച് ആളുകൾ കാണുമ്പോൾ തന്നെ നമ്മെ വെറുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നിരാശ തോന്നുന്ന ഒരവസ്ഥയല്ല യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അത്തഗാദി വത്തഗാഫുൽ, 14ാമത്തെ സ്വഭാവമായി ശൈഖ് അവറുകൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും
ഉന്നതന്മാരായ ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എല്ലാ തെറ്റുകളെയും ചൊഴിഞ്ഞന്വേഷിച്ച് അതിനെല്ലാം ഗുണദോഷിച്ച് നിൽക്കുന്ന ചിലതൊക്കെ ചിലപ്പോൾ നമ്മൾ സാരമില്ല എന്ന് വെക്കേണ്ടി വരും. കണ്ടില്ലെന്ന് വിചാരിക്കേണ്ടി വരും, ശരിയായിക്കൊള്ളുമെന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുകളയേണ്ടി. അങ്ങനെയുള്ള ചില സ്വഭാവങ്ങളും നമ്മുടെ കൂട്ടുകാരിലോ കുടുംബത്തിലോ ഒക്കെ ഉണ്ടാകും. അത് ഒരു സ്വഭാവമായി ശൈഖ് അവറുകൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കസീറ തഗാഫില ദുനൂബി അസ്ഹാബിഹി യസ്മഉ മിൻ അഹദിഹിം മാ യക്റഹു വലാ യലിം ബിദാക വലാ യതഗയ്യറു അലൈഹി. ചില സന്ദർഭത്തിൽ നമുക്ക് കേൾക്കാൻ പാടില്ലാത്ത കേൾക്കും, പക്ഷെ അപ്പം അത് പറയാൻ പറ്റുണ്ടാവില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യായിരിക്കും, പക്ഷെ അപ്പം നമുക്ക് ഗുണദോഷിക്കാൻ പറ്റുണ്ടാവില്ല. അപ്പൊ ചില സന്ദർഭത്തിലൊക്കെ അങ്ങനെ വിട്ടുകളയേണ്ടി വരും എന്ന് ശൈഖ് അവറുകൾ ഇവിടെ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ ശ്രദ്ധിക്കേണ്ട 14ാമത്തെ ഗുണമായി ശൈഖ് അവറുകൾ എടുത്തു പറഞ്ഞു. 15ാമത്തേതായിട്ട് അൽ ഹിൽം. ഹിൽം എന്ന് പറഞ്ഞാൽ വിവേകം. സൽസ്വഭാവങ്ങളെ കൂട്ടത്തിൽ വളരെ ഉന്നതമായ ഒരു സ്വഭാവമാണ് അത്. ബുദ്ധിയുള്ള, ചിന്തയുള്ള, വളരെ ഉന്നത സ്വഭാവം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രയാസപ്പെട്ട് മാത്രം നേടിയെടുക്കാവുന്ന ഒരു സംഗതിയാണത്. അത് നമ്മൾ ശരിക്കും നമ്മുടെ കോപത്തെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ശരിയായ അർത്ഥത്തിൽ ചെയ്യേണ്ടത് മാത്രം ചെയ്യുക, ഒരു തരത്തിലുള്ള എടുത്തുചാട്ടവും ഇല്ലാതെ ക്ഷമയോടുകൂടി നാം വിവേകം കാണിക്കേണ്ട സന്ദർഭങ്ങളിൽ വിവേകം കാണിക്കുക. അതാണ് ഹിൽമ് എന്ന് പറയുന്നത്. ഹലീം എന്ന് പറഞ്ഞാൽ അയാൾക്ക് തീരെ ദേഷ്യം വരൂല എന്നല്ല. ചില സന്ദർഭത്തിൽ ദേഷ്യം വരും, പക്ഷേ ആ ദേഷ്യം വരുമ്പോൾ അതിനും ഒരു പാകത, ഒരു നിയന്ത്രണം ഉണ്ടാകും. അതിനെ അയാളുടെ വിവേകം കൊണ്ട് അതിനെ നിയന്ത്രിക്കും. അങ്ങനെ നമുക്ക് വിവേകം ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് പലപ്പോഴും നല്ല ഒരുപാട് കൂട്ടുകാരെ നമുക്ക് ലഭിക്കും വിവേകത്തോടു കൂടിയും ക്ഷമയോടു കൂടിയും നാം പെരുമാറുകയാണെങ്കിൽ. ചില ആളുകളൊക്കെ അകന്നു പോകാൻ നമ്മുടെ എടുത്തുചാട്ടമോ അല്ലെങ്കിൽ നമ്മുടെ കോപത്തേലുള്ള സംസാരമോ ഒക്കെ ചിലപ്പോൾ കാരണമാകും. നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഒരുപാട് കാലമായി നാം കാത്തു സൂക്ഷിച്ചൊരു ബന്ധം നമ്മുടെ ഒരൊറ്റ വാക്കുകൊണ്ട് ചിലപ്പോൾ തകർന്നു പോയെന്ന് വരും. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഈ വക സ്വഭാവങ്ങളിൽ നിന്ന് വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. 16ാമത്തെ ശൈഖ് അവറുകൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് അൽ ഇഅറാദു അനിൽ ജാഹിലീൻ. വിവരമില്ലാത്ത ആളുകളിൽ നിന്നും മുഖം തിരിച്ചു കളയുക. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഖുദിൽ അഫ്വ വഹ്മുർ ബിൽ മഅറൂഫ് വഅരിൽ അനിൽ ജാഹിലീൻ. അറാഫ് 199. താങ്കൾ മാപ്പ് കൊടുക്കുക, അത് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക, വിവേകമില്ലാത്ത ആളുകളിൽ നിന്നും തിരിഞ്ഞു കളയുക. നമുക്ക് നമ്മുടെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കാൻ പലപ്പോഴും ആവശ്യമുള്ള ഒരു സംഗതിയാണത്. വിവരമില്ലാത്തവർ പലതും പറയും, പലതും ചെയ്യും. ഖുർആനിലെ ഇബാദുർ റഹ്മാൻ സുബ്ഹാനഹു വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമ. വിവരമില്ലാത്ത ആളുകൾ അവരോട് സംസാരിച്ചാൽ അവർ പറഞ്ഞതുപോലെ അങ്ങോട്ട് പ്രതികരിക്കില്ല, മറിച്ച് എന്ത് ചെയ്യും? വളരെ സുരക്ഷിതമായ സമാധാനത്തോടെയുള്ള വാക്കുകളായിരിക്കും അവർ സംസാരിക്കുക എന്ന് നമ്മൾക്ക് ഇബാദുർ റഹ്മാൻ സ്വഭാവം വിവരിക്കുന്നിടത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാഹിലീകളായ ആളുകൾ, അവരിൽ നിന്ന് നമ്മള് ചിലപ്പോൾ മുഖം തിരിച്ച് മാറിക്കളയേണ്ടി വരും. അത് ഒരു നല്ല സ്വഭാവമാണ്. പലപ്പോഴും അവരെ ഗുണദോഷിച്ചാൽ അതുകൊണ്ട് നമുക്ക് വേറെ ഷെറ് വരുന്നത് കാത്തുകൊണ്ട് ഗുണദോഷിക്കാതെ തന്നെ മാറിപ്പോകേണ്ടി വരും. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റത് 17ാമത്തേത് അത്തറഫഉ അനിസ്സബാബ്. ചീത്ത പറയുന്നതിൽ നിന്നും അകന്നു നിൽക്കുക. നമ്മുടെ ഔന്നത്യ ബോധത്തിന്റെ, നമ്മുടെ അന്തസ്സിന്റെ ഭാഗമാണ്. ഷറഫുൻ നഫ്സ്, മനസ്സിന്റെ മാന്യതയിൽപ്പെട്ടതാണ് എന്ത്? ചീത്ത പറയാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ. മുസ്ലിമിന്റെ ചീത്ത പറയല് തമ്മാടിത്തമാണ്, ഫുസൂഖ് അധാർമികതയാണ്. വഖതാലുഹു കുഫ്റുൻ, അവനോട് യുദ്ധം ചെയ്യൽ സത്യനിഷേധമാണ് എന്ന് പറഞ്ഞത് ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കോപം വരുമ്പോൾ നമ്മൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനായാലും നിങ്ങളായാലും നമുക്കൊക്കെ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത, പിശാച് വളരെയേറെ ഉപയോഗപ്പെടുന്ന ഒരു സന്ദർഭമാണ് കോപം വരുന്ന സന്ദർഭം. അതുകൊണ്ടാണ് നിൽക്കുമ്പോൾ കോപം വന്നാൽ ഇരിക്കണം, ഇരിക്കുമ്പോൾ കോപം വന്നാൽ കിടക്കണം, കിടക്കുന്നിടത്താണ് കോപം വന്നെങ്കിൽ എണീക്കരുത് എന്ന് പറഞ്ഞതും ഒന്നു എടുക്കാൻ പറഞ്ഞതും ഒക്കെ അപ്പോഴാണ്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും ഇനിയും ചില സംഗതികൾ ശൈഖ് അവറുകൾ ഇതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക്
ഒരുപാട് സൽഗുണങ്ങൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ സ്വഭാവം നാം കാണിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പരിശ്രമങ്ങൾ അതിൽ ആവശ്യമുണ്ട്. സലഫി മൻഹജ് എന്ന് പറയുന്നത് പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് മാത്രമുള്ള ഒരു മെത്തഡോളജി അല്ല. അത് പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പാലിക്കേണ്ട ഒരു ജീവിതക്രമമാണ് എന്ന് നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര കണ്ട് സൽസ്വഭാവങ്ങൾ ആർജിക്കാൻ സാധിക്കുമോ അത്ര കണ്ട് സൽസ്വഭാവങ്ങൾ ആർജിക്കുകയും സ്വന്തത്തെ വിചാരണ ചെയ്തുകൊണ്ട് എൻ്റെ ദുസ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഏറ്റവും കൂടുതൽ അറിയുക എനിക്കാണ്. എന്നെ സംസ്കരിക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുക എനിക്കാണ്. നിങ്ങൾക്കൊക്കെ ഉപദേശം തരാൻ പറ്റും, പക്ഷെ എന്നെ നന്നാക്കാൻ ഏറ്റവും കൂടുതൽ കഴിയേണ്ടത് എനിക്കാണ്. അത് ഓരോരുത്തരും ശ്രദ്ധിക്കുക. നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും ഒറ്റക്കൊറ്റക്കാണ് വിചാരണക്കും നിൽക്കേണ്ടത്. ആരും നമ്മെ സഹായിക്കാൻ ഉണ്ടാവില്ല. ഒരു ശുപാർശയും അവിടെ സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് ശരിയായ വിശ്വാസവും ശരിയായ കർമ്മവും നമുക്ക് വേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അറബികളുടെ സ്വഭാവങ്ങൾ പരുക്കനും അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യോജിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സംസ്കാരമായിരുന്നു അവരുടെ ജാഹിലി സംസ്കാരം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വളരെ സൗമ്യമായി ഇടപഴകുകയും മൃദുല സ്വഭാവത്തോടു കൂടി പെരുമാറുകയും ചെയ്തതുകൊണ്ട് അള്ളാഹു അവരെ അദ്ദേഹത്തിന് ഇണക്കി കൊടുത്തു. അല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫത ബൈന ഖുലൂബിഹിം. അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ താങ്കൾക്ക് ഇണക്കി തന്നു. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നിടത്ത് പറയാണ്, ഭൂമിയിലുള്ളത് മുഴുവനും താങ്കൾ ചെലവഴിച്ചിരുന്നാലും താങ്കൾക്ക് അവരുടെ മനസ്സുകൾ ഇണക്കാൻ കഴിയുമായിരുന്നില്ല, പക്ഷെ അള്ളാഹു അവർക്കിടയിൽ ഇണക്കി എന്ന് ഖുർആൻ പ്രശംസിച്ച് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പ്രശംസിച്ച് അള്ളാഹ് പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറി. വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി, പരുഷ സ്വഭാവക്കാരനും കഠിന ഹൃദയനുമായിരുന്നു താങ്കളെങ്കിൽ ലം ഫദ്ദൂ മിൻ ഹൗലിക, അവർ താങ്കളുടെ ചുറ്റിൽ നിന്നും പിരിഞ്ഞു പോകുമായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ സ്വഭാവം, സൗമ്യമായ അവിടുത്തെ ഇടപഴകൽ, മൃദുലമായ അവിടുത്തെ സമീപനങ്ങൾ, അതാണ് ഇസ്ലാം പ്രചരിക്കുന്നതിനും ഒരുപാട് ആളുകൾ പ്രവാചകന്റെ ചുറ്റും വരുന്നതിനും സഹായകമായത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ എത്ര പേരെ നമ്മുടെ സൽസ്വഭാവം കൊണ്ട് ദീനിലേക്ക് ആകർഷിക്കാൻ, നമ്മുടെ ആദർശത്തിലേക്ക് ആകർഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് സ്വയം നാം ചിന്തിക്കുകയും തെറ്റുകൾ തിരുത്തുകയും വേണം. ഈ പറയുന്ന എനിക്കും നിങ്ങൾക്ക് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും പല ദുസ്വഭാവങ്ങളും ഉണ്ടായിരിക്കാം. നമ്മൾ ആരും തികഞ്ഞവരായിക്കൊണ്ടല്ല ഈ സംസാരിക്കുന്ന ഞാൻ, എനിക്ക് യാതൊരു തരത്തിലുള്ള അപാകതകളും ഇല്ല, ഞാൻ എല്ലാ സൽസ്വഭാവം തികഞ്ഞ ആളാണ് എന്ന നിലക്കല്ല നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ആരും ഏതൊരു ദാഴിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ എല്ലാം തികഞ്ഞ സമ്പൂർണ്ണന് മാത്രമേ ദഅവത്ത് നടത്താൻ പാടുള്ളൂ എന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി ഞാൻ സംസാരിച്ചു എന്നേ ഉള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച അവിടുത്തെ ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ഈ മദീന അന്നബവിയയിൽ നിന്നും സംസാരിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ, സ്വഹാബത്ത് നബിയിൽ നിന്ന് ആർജിച്ചെടുത്ത ഉന്നത സ്വഭാവങ്ങൾ, ഇസ്ലാം പറഞ്ഞ എല്ലാ സൽസ്വഭാവങ്ങളും ഒത്തിണങ്ങിയ ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു. കുന്തും ഖൈറ ഉമ്മത്തിൻ എന്ന് ഖുർആൻ അവരെ പ്രശംസിച്ചു. സഹാബത്തിനെ പറ്റി, നിങ്ങൾ ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമന്മാരാകുന്നു, സമുദായങ്ങളിൽ ഏറ്റവും ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ എന്ന് സഹാബത്തിനെ പ്രശംസിച്ച് പറയുകയുണ്ടായി. അതുകൊണ്ട് ആ ഉന്നത സ്വഭാവം സഹാബികളിൽ നിന്ന് അവരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മളും ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുക, അതിനുള്ള ഒരു പ്രേരണയാകട്ടെ ഇത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. ഞാൻ സൗദി അറേബ്യയിലെത്തി പണ്ഡിതന്മാരുമായി കാണണമെന്നും അവരിൽ നിന്ന് ഉപദേശങ്ങൾ തേടണമെന്നും വിചാരിച്ച് പല പണ്ഡിതന്മാരെയും സമീപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില പണ്ഡിതന്മാരുമായി കണ്ടുമുട്ടാനുള്ള മൗഇദുകൾ കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മയിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചുള്ള തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സൽസ്വഭാവങ്ങൾ ആർജിച്ചുകൊണ്ട് സൽഗുണങ്ങൾ
ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ റസൂലിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതെന്താ